വക്രസംഖികൾ എന്നറിയപ്പെടുന്ന കുറച്ച് മനുഷ്യന്മാർ. ഇവര് ഒരിക്കലും തമ്മിൽ ചേരാൻ പറ്റാത്ത സംഘികളുമായി ചേർന്ന് ഇസ്ലാമിനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുക. യഥാർത്ഥത്തിൽ ഇവർ ഈ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുമോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചുകൾ പൊളിക്കുന്നതാരാ? സംഘികളാണ്. ഏറ്റവും കൂടുതൽ ചർച്ചിന് തീയിട്ടതാരാ? സംഘികളാണ്. അവിടെയുള്ള പാതിരിമാരെയും കന്യാസ്ത്രീമാരെയും ക്രൂരമായി വേട്ടയാടിയതാരാ? ഈ പറയുന്ന സംഘികളാണ്. എന്നിട്ടും അവർ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇസ്ലാമിനെ പൊളിക്കണം, ഇസ്ലാമിനെ തകർക്കണം. പക്ഷെ നടക്കൂല കേട്ടോ. ഈ അംറിനെ, ഈ കാര്യത്തെ, ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കും. ആരൊക്കെ ഇടപെട്ടാലും, ആരൊക്കെ ശത്രുവായി വന്നാലും അള്ളാഹു ഇത് പൂർത്തീകരിക്കും. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. വഖഫ് ബില്ല് എന്താണ്? ഈ വഖഫ് ബില്ലിന്റെ ലക്ഷ്യം ഏതെങ്കിലുമൊക്കെ ഒരു സമുദായത്തെ ഉദ്ധരിക്കലാണോ? രാജ്യത്ത് ഐക്യമുണ്ടാക്കലാണോ? അല്ലല്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ അവന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റ ലക്ഷ്യം, ഇസ്ലാമാണ്. മുസ്ലിംകളെ അവരുടെ ന്യൂനപക്ഷപരമായ അവകാശങ്ങളെയൊക്കെ ഹനിച്ചിട്ട്, ഭരണഘടനാപരമായ അവകാശങ്ങളെയൊക്കെ ഹനിച്ചിട്ട് അവരെ അരുകുവൽക്കരിച്ച് മാറ്റി നിർത്തുക എന്ന ഒരൊറ്റ ഹിഡൻ അജണ്ട. ഇത് മാത്രമാണ് 100% ഈ വഖഫ് ബില്ലിന്റെ പിന്നിലുള്ളത്. അല്ല എന്ന് തെളിയിക്കാൻ പറ്റിയ ആരാളുള്ളത്? ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും, മുത്തലാഖ് നിയമം ഇവിടെ കൊണ്ടുവന്നപ്പോ പറഞ്ഞ വാക്കെന്താ? ഇത് മുസ്ലിം സ്ത്രീകളെ ഉദ്ധരിക്കാനുള്ളതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കുറെ സംഘിച്ചികൾ വേഷം മാറി നിക്കാബ് ഇട്ട് വന്ന് ഞങ്ങൾ ഹൈ എന്ന് മുദ്രാവാക്യം വിളിച്ചതല്ലാതെ മുസ്ലിം സ്ത്രീകൾ ഉദ്ധരിക്കപ്പെട്ടോ? ഇവരുടെ ബില്ല് കാരണം. അതുപോലെ തന്നെ CAA കൊണ്ടുവന്നപ്പോ ഇത് ഒരു സമുദായത്തിനും എതിരല്ല എന്ന് പറഞ്ഞ ആളുകൾ, അവിടെയും ലക്ഷ്യം എന്തായിരുന്നു? ഇനി വഖഫ് ബില്ലിലേക്ക് കടന്നു വന്നാൽ ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈയിടൂല എന്ന് പറഞ്ഞിട്ട് ഇവരെന്തായി കാണിക്കുന്നത്? അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചാൽ മനസ്സിലാകും, കൂടുതൽ ചിന്തിക്കാതെ തന്നെ വ്യക്താകും. ഈ ബില്ലുകളൊക്കെ ചൂടപ്പം പോലെ ചുട്ടെടുക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിന്മേലാണ്, ഇസ്ലാം വിരോധം. ഇസ്ലാമിനെ ഇല്ലാതാക്കണം. അള്ളാഹു പൂർത്തീകരിക്കും. നിങ്ങൾ എന്തൊക്കെ കളി കളിച്ചാലും, നിങ്ങൾ ഏതൊക്കെ ബില്ലടിച്ചിറക്കിയാലും, നിങ്ങൾ ഏതൊക്കെ നിയമങ്ങൾ പാസ്സാക്കിയാലും, ഏത് ബില്ല് നിയമമായി പുറത്തേക്ക് വന്നാലും തകരൂലട്ടോ. അള്ളാഹു പൂർത്തീകരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പോ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോ ഇതൊരു തുടക്കാണോ? അല്ലല്ല. ഇത് ഒടുക്കമാണോ? അല്ല. അത് ഈ ഭരണകൂടം നിലവിൽ വന്നപ്പോഴുള്ള ഒരു അജണ്ടയുണ്ട്. അത് ഇസ്ലാമിനെ അരികുവൽക്കരിക്കുക എന്നുള്ളതാണ്. ഇവർ കൊണ്ടുവന്ന ഏത് നിയമം എടുത്തു നോക്കിയാലും ഒരേ ഒരു ലക്ഷ്യം അത് തന്നെയാണ്. അപ്പൊ അത്തരം ലക്ഷ്യങ്ങളുടെ ഒരു തുടർക്കഥ മാത്രമാണ് ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത്. ഇന്നത്തോണ്ട് ഇത് അവസാനിക്കുന്നില്ല. അടുത്ത് നാളെ വേറൊരു ബില്ല് വരും, നാളെ വേറൊരു നിയമം വരും. ഇതിങ്ങനെ തുടർക്കഥയെന്നോണം നിങ്ങളുടെ പിന്നിലുണ്ടാകും. ഇത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോർപ്പറേറ്റ് ഭൂമാഫിയകളുടെ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? അതിന്റെ കളിപ്പാവകളായി, അവരുടെ കളിപ്പാവകളായി യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിന്റെ അധികാരികൾ മാറുമ്പോ പണ്ടിവർ ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്ത പാദസേവയാണ് ഓർമ്മ വരുന്നത്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തു കൊടുത്തിട്ട് ഇവർ ചെയ്ത പണി എന്താ? ഇവിടെയുള്ള മുസൽമാനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. ഇന്ന് കോർപ്പറേറ്റുകൾക്ക് പാദസേവ ചെയ്തിട്ട് ഇവർ ചെയ്യുന്ന പണി എന്താ? അതേ പണി തന്നെ, ഡിവൈഡ് ആൻഡ് റൂൾ. ഇവിടെ ഭിന്നിപ്പിക്കുകയാണ് മുസൽമാനെയും ക്രൈസ്തവനെയും ഹൈന്ദവനെയും. നമ്മൾ തിരിച്ചറിഞ്ഞ് ബോധവാന്മാരായി നിലകൊള്ളുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്, ഈ രാജ്യത്തിന്റെ വിജയമുള്ളത്. ഇനി ഈ കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ബില്ലിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ നമ്മൾ പറഞ്ഞു, അത് മുസൽമാനെ അരികുവൽക്കരിക്കലാണ്. ഇനി വഖഫിന്റെ സ്വഭാവം എന്താണ്? വഖഫ് സ്വത്തിന്റെ സ്വഭാവം അതിന്റെ പരിശുദ്ധിയാണ്, അല്ലേ? പരിശുദ്ധമായ സ്വത്താണ്, ഒരു കളങ്കവും അതിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് വഖഫും അല്ല. അപ്പൊ അങ്ങനെയുള്ള സ്വത്തിനെ യഥാർത്ഥത്തിൽ സംശയത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പൊ പുതിയ ഭേദഗതിയിൽ മുസ്ലിംകൾ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, അല്ലെ? ആ ഭേദഗതിയിലൂടെ, ഈ ഒരു ബില്ല് ഭേദഗതി നടത്തുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടായ മനസ്സിലുണ്ടായ ഒരു തോന്നൽ എന്താ? മുസ്ലിങ്ങളൊക്കെ കാണുന്ന സ്വത്തൊക്കെ തട്ടിയെടുക്കാണ്, അവർക്ക് മറ്റുള്ളവരുടെ സ്വത്ത് ഏത് നിമിഷം വേണമെങ്കിലും വഖഫാണെന്ന് പറയാം. ഒരു മനുഷ്യന്റെ സ്വത്ത് അന്യായമായി തട്ടിയെടുത്താൽ അത് വഖഫാകൂ? ഇല്ല. അവിടെ പോയി നിസ്കരിച്ചാൽ നിസ്കാരം പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ. ആ ദീനിനെ ഇത്രമേൽ മോശമാക്കി കാണിക്കാൻ ഇവർ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണ്?
ദൈവിക മാർഗത്തിലേക്ക് കലർപ്പില്ലാതെ നിസ്വാർത്ഥമായ ഒരു മനുഷ്യൻ നൽകുന്ന ഹദിയയാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യനിൽ നിന്ന് അന്യായമായതെടുത്താൽ അത് വഖഫാകില്ല. ആ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ വഖഫിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും സംഘികളും ക്രിസംഘികളും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇവിടെ ശരീഅത്ത് നിയമമാണല്ലോ, നടത്തൂലടാ ശരീഅത്ത് നിയമം. എന്തൊരു വിരോധാഭാസമാണത്. ഇന്ത്യയിലെ വഖഫ് നിയമത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ശരീഅത്ത് നിയമമല്ല, ഇത് ശരീഅത്ത് നാടല്ല എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതൊരു മത നിയമമാണോ ഇന്ത്യയിലെ വഖഫ് എന്ന് പറയുന്നത്? മറ്റുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നത് പോലെ രാജ്യസഭയും ലോകസഭയും ചേർന്ന്, പാർലമെന്റിലെ ഇരു സഭകളും ചേർന്ന് അവിടെ നിന്ന് പാസ്സായി വന്ന ബില്ല് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായതാണ് യഥാർത്ഥത്തിൽ വഖഫ് ബില്ല് എന്ന് പറയുന്നത്. ഇതിനൊക്കെ മതത്തിന്റെ പേരിൽ എഴുതി ചേർക്കുന്നവർക്ക് ഹിഡൻ അജണ്ടയില്ലേ? ഹിഡൻ എന്നല്ല, അത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന അജണ്ട തന്നെയല്ലേ. ഇനി വിശാലമായ മതേതര കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അന്നത്തെ പാർലമെന്റേറിയൻസ് കൃത്യമായി പാസാക്കിയെടുത്ത നിയമങ്ങളെയൊക്കെ മതത്തിന്റെ പേരിൽ ചാപ്പയടിച്ചുകൊണ്ട് ഇസ്ലാമിനെ അരികുവൽക്കരിക്കുമ്പോ ഇതൊരു മുസൽമാന്റെ പ്രശ്നമല്ല, ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്, ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒത്തൊരുമിച്ച് നിന്ന് പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് ബലം നൽകുമാറാകട്ടെ. ഇപ്പോ ഈ ക്രൈസ്തവ പാതിരിമാർ, ചില ക്രിസംഗികളൊക്കെ മുനമ്പത്ത് പോയി നിന്ന് ആഘോഷിക്കുകയാണ്, പടക്കം പൊട്ടിക്കുകയാണ്. കാണുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഓർത്തിട്ട് സങ്കടം വരികയാണ്. ഇവരുടെ ചതിയിൽ അവർ വീണുപോയല്ലോ എന്നാണ് ഈ ക്രിസംഗികളുടെ. ഇത് മുനമ്പം പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് വഖഫ് നിയമം വന്നത് എന്ന്, അല്ലെങ്കിൽ വഖഫ് ബില്ല് പാസ്സായത് എന്നൊക്കെ അവിടെ പോയി പ്രഘോഷിക്കുകയാണ് ഈ മനുഷ്യന്മാർ. അവിടെ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ പത്രമാധ്യമങ്ങൾ വായിക്കുന്നില്ലേ എന്ന് ഒരു വേള ചിന്തിച്ചു പോവാണ്. അവിടെ ഇവരുടെ ചതിവലകളിൽപ്പെട്ട് ചാടിക്കളിക്കുന്നവരെ ഇതൊരു വർഗീയ പ്രശ്നമാണ്. ഈ വർഗീയ വിരൽ ചൂണ്ടൽ ഇന്ന് മുസൽമാന്റെ നേരെയാണെങ്കിൽ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, നാളെ ഇത് നിങ്ങൾക്ക് നേരെയാണ്, നാളെ ഇത് നിങ്ങൾക്ക് നേരെയാണ്. ചർച്ച് ബില്ല് വരാനിരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മതസ്ഥാപനങ്ങൾ, നിങ്ങളുടെ ചർച്ചുകൾ സുരക്ഷിതമായി നിൽക്കുന്നുണ്ടെങ്കിൽ RSSകാരൻ ചൂട്ടുപിടിക്കുന്നത് കൊണ്ടല്ല, ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ശക്തമായതുകൊണ്ടാണ്. ആ നിയമം, അതിന്റെ ആനുകൂല്യം ഞങ്ങൾക്കും കിട്ടണമെന്നേ മുസ്ലിങ്ങൾ പറയണുള്ളൂ. വഖഫ് സ്വത്തിനും അത് കിട്ടണമെന്നേ പറയണുള്ളൂ. അല്ലാതെ അന്യായമായതൊന്നും മുസൽമാന് വേണ്ട, അന്യായമായതൊന്നും വഖഫല്ല. അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പോലും നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് അള്ളാഹുവിന്റെ മതം. ഇനി ഈ ഭേദഗതി കൊണ്ടുവരുന്നതോടുകൂടെ വഖഫ് ട്രൈബ്യൂണൽ അത് അപ്രസക്താകും അല്ലേ? ട്രൈബ്യൂണൽ അപ്രസക്താകും. അതിന് പിന്നെ പേരിനുണ്ട് എന്നല്ലാതെ അതിനൊരു വാല്യൂ ഉണ്ടാവൂല. പിന്നെ അതുപോലെ തന്നെ തർക്കത്തിലിരിക്കുന്ന വഖഫ് സ്വത്ത്, അതാണ് ഏറ്റവും കോമഡി. തർക്കത്തിലിരിക്കുന്ന വഖഫ് സ്വത്തിൽ തീരുമാനം പറയാൻ ആ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അധികാരമുള്ളത് എന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതൊരു കോമഡി അല്ലേ? ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥൻ എന്ത് തീരുമാനം എടുക്കുക? ഈ വഖഫ് സ്വത്തിന്റെ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കുക? ഇനി BJP ഭരിക്കുന്ന സംസ്ഥാനാകണ്ട, ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദ മനസ്സുള്ള ഏതെങ്കിലും ഒരുത്തനാണ് ഏത് സംസ്ഥാനത്ത് അധികാരിയായി ഇരിക്കുന്നതെങ്കിലും അവനത് നീട്ടിക്കൊണ്ടുപോകാനും അവന് തോന്നുന്ന തരത്തിൽ അതിന് വിധി പറയാനും വിധി പ്രസ്താവിക്കാനും കഴിയുമെങ്കിൽ ഈ വഖഫ് സ്വത്തൊക്കെ അന്യാധീനപ്പെടുത്തുക, ഇതൊക്കെ കോർപ്പറേറ്റുകളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി ഓച്ചാനിച്ച് നിൽക്കുക എന്ന ഈ പറയുന്ന സംഘ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കുടിലതന്ത്രമല്ലേ ഇത്? ഏറ്റവും കുടിലമായ തന്ത്രമല്ലേ? ബുദ്ധിയുള്ളവൻ ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ്. ഇപ്പൊ വിശ്വാസ പ്രാധാന്യമുള്ള വഖഫ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് മറ്റൊരു കോമഡി അമുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കലാണ്. വഖഫ് ബോർഡ് അംഗങ്ങളായി മുസ്ലിംകളല്ലാത്ത ആളുകൾക്കും പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഇതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് വരിക എന്ന് പറയണത് അല്ലേ, അത് അൺസഹിക്കബിൾ ആണ്. സഹിക്കാൻ പറ്റുന്ന ഒന്നാണോ ഇത്? യഥാർത്ഥത്തിൽ മതപരമായ ഒരു കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ട് ഇത്തരം മതസ്ഥരെ പ്രവേശിപ്പിക്കുന്നില്ല? നമ്മൾ പറയുന്നുണ്ടോ ഞങ്ങൾക്കും ദേവസ്വം ബോർഡിൽ കയറണമെന്ന്? പറയുന്നില്ല, ഇല്ല. പക്ഷെ മുസ്ലിംകളുടെ വിഷയം വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൺട്രോളിലാകണം. മുസ്ലിംകളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പോലും ഭരണകൂടത്തിന്റെ ഇടപെടലിന് കഴിയുന്നതാകണമെന്ന ഏറ്റവും മോശമായ ഭരണഘടനയുടെ പച്ചയായ ലംഘനമല്ലേ ഇവിടെ നടക്കുന്നത്? ഭരണഘടന അനുസരിച്ച് എനിക്ക് ഇവിടെ ഒരു മതത്തിൽ ജീവിക്കാനും ആ മതത്തിനെ പ്രൊപഗേറ്റ് ചെയ്യാനും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്നിരിക്കെ അതിനിടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഗവൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ പച്ചയായ ലംഘനമല്ലേ? എന്ത് വിലയാണ് യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യ മഹാരാജ്യത്തിന് കൊടുത്തിട്ടുള്ളത്? എന്ത് വിലയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു മുസൽമാന്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഭരണഘടനയുടെ പ്രശ്നമാണ്.
ഇത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ മുസൽമാൻ മാത്രം എഴുന്നേറ്റ് നിന്നാൽ പോരാ. ഇവിടെ മുസൽമാനും ക്രൈസ്തവനും ഹൈന്ദവനും മതമുള്ളവനും ഇല്ലാത്തവനും ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കാൻ കഴിയണം. ചിലര് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം, രാഷ്ട്രപതി ഒപ്പിട്ടാ പിന്നെ നിയമാകൂല എന്നാണ്. എന്തിയാതി വർച്ചാനാണത്. എടോ, ഇനി നിയമായിക്കോട്ടെ, ഇവിടെ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാൻ പറ്റുന്ന വലിയൊരു സമൂഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണ്ടേ? ഒന്നുമില്ലാതെ മിണ്ടാതെ നാൽക്കാലികളെ പോലെ ഇരുന്നാൽ അവർക്കും നമുക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പ്രതിഷേധിക്കാതെ പിന്നെ മിണ്ടാതിരിക്കണോ? ഇവിടെ മുസ്ലിം സംഘടനകളുണ്ട്. ഈ സംഘടനകൾ എല്ലാവരും തന്നെ സുപ്രീം കോടതിയെ സമീപിക്കണം. ഇങ്ങനെ ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അവർ ഐക്യം നമുക്കിടയിൽ ഉണ്ടാകണം. പൊതുവിഷയത്തിലെങ്കിലും ഒന്നിച്ചിരിക്കാൻ ഉമ്മത്തിന് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഐക്യം നമുക്കിടയിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, യുരീദൂന അയ്യുത്ഫിഊ നൂറല്ലാഹ്, അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നടക്കൂല. നാം ഇതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ